ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് കേട്ടിട്ടില്ലേ? ആ അവസ്ഥയാണ് പാലക്കാട് മലമ്പുഴ അടപ്പ് കോളനിയിലെ ആളുകളുടേത്. പാലക്കാട് ജില്ലയിലെ റെക്കോർഡ് ചൂടിനൊപ്പം കനത്ത കുടിവെള്ളക്ഷാമവും നേരിടുകയാണ് കോളനി നിവാസികൾ. മലമ്പുഴ ഡാമിനോട് ചേർന്നാണ് താമസമെങ്കിലും കുടിക്കാൻ ഒരിറ്റു വെള്ളമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചോലവെള്ളത്തെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ ഇപ്പോൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. പാലക്കാട്ടെ പല പഞ്ചായത്തുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന മലമ്പുഴ ഡാമിന് തൊട്ടരികിലാണ് താമസം. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഒരിറ്റ് ജലത്തിനായി നെട്ടോട്ടമോടുകയാണ് 30-ലധികം ആദിവാസി കുടുംബങ്ങൾ ഇവിടെ. വീടുകളിലേക്ക് പ്രത്യേക കുടിവെള്ള കണക്ഷൻ എന്ന സ്വപ്നമൊക്കെ പണ്ടേ ഉപേക്ഷിച്ചതാണ് മലമ്പുഴ കവയിലെ അടപ്പ് കോളനി നിവാസികൾ. ഒരു പൊതു കുടിവെള്ള സംവിധാനമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കാനാകുമായിരുന്നുവെന്നാണ് കോളനി നിവാസികൾ പറയുന്നത്. ഇപ്പോൾ കുടിവെള്ളം കിട്ടാൻ ഒരു വഴിയും ഇല്ല. ഡാമിലെ വെള്ളം വളരെയധികം താന്നും പോയി. ബോറടിച്ചാൽ ബോറിൽ വെള്ളമില്ല. അപ്പം ഈ അകമലഭാരത്ത് ഒരുപാട് ബോറുകൾ അടിച്ചു, അതിലെങ്ങും വെള്ളമില്ല. കുടിച്ചാലൊട്ട് കിണറ്റിലും വെള്ളമില്ല. ഞങ്ങളാകെ കഷ്ടത്തിലാണ്. ചോലയിൽ നിന്ന് വരുന്ന വെള്ളം ഓസ് ഉപയോഗിച്ച് ശേഖരിച്ചാണ് ഇവർ വർഷങ്ങളായി ഉപയോഗിക്കുന്നത്. വേനൽ കടുത്തതോടെ ഈ ജലത്തിന്റെ വരവും കുറഞ്ഞു. ഇതോടെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായി കോളനിയിലെ 30-ലധികം കുടുംബങ്ങൾ. ഞങ്ങൾ വളരെയധികം കഷ്ടത്തിലാണ് ഇപ്പം ജീവിക്കുന്നത് ഇവിടെ. ഞാൻ 8 വയസ്സിൽ ഇവിടെ വന്നാണ്. ഇത്ര വർഷമായിട്ട് ഇതുപോലൊരു കഷ്ടം ഞങ്ങൾ അനുഭവിച്ചിട്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങളെ ഇതിൽ നിന്ന് ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ, കാട്ടുമൃഗങ്ങളുടെ കാര്യത്തിലും രക്ഷിക്കണമെന്ന് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. കുഴൽക്കിണറുകൾ പരീക്ഷിക്കാനാണ് പഞ്ചായത്ത് കോളനി നിവാസികൾക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ കുഴിച്ചിടത്തൊന്നും വെള്ളം കിട്ടാതായതോടെ ആ ശ്രമവും ഉപേക്ഷിച്ചു. ഏറെ നാളത്തെ മുറവിളികൾക്കൊടുവിൽ ആനക്കല്ല് ഭാഗത്ത് ജലനിധി പദ്ധതിയുടെ നിർമ്മാണം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പണി എന്ന് പൂർത്തിയായി കുടിവെള്ളം ലഭിച്ചു തുടങ്ങുമെന്ന് മാത്രം ഇവർക്കറിയില്ല. രാജീവ് സുദേവനൊപ്പം മലമ്പുഴയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. അവരുടെ ആശങ്ക ചെറുതല്ല. വീടുകളിലേക്ക് പ്രത്യേക കുടിവെള്ള കണക്ഷൻ എന്ന സ്വപ്നമൊക്കെ അവർ പണ്ടേ ഉപേക്ഷിച്ചതാണ്. മലമ്പുഴ കവയിലെ അടപ്പ് കോളനി നിവാസികൾ ആ സ്വപ്നത്തിന് പുറത്താണ് ഇപ്പോൾ ഉള്ളത്. ചോലയിൽ നിന്ന് വരുന്ന വെള്ളം ഓസ് ഉപയോഗിച്ച് ശേഖരിച്ചാണ് ഇവർ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്നത്. പ്രതികരണങ്ങളിലേക്ക്. പഞ്ചായത്തിന് പൈപ്പ് ബോറടിച്ച് വഴിനീളം ഇട്ടിട്ടുണ്ട്, ഒന്നുമില്ല. ടാങ്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ആ ടാങ്കിയൊക്കെ പൊളിഞ്ഞു പോയി, പൈപ്പൊക്കെ അടഞ്ഞു കിടപ്പാണ്. ഇവിടെ ബോർവെല്ലിട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗം ഇല്ലാണ്ട് കിടക്കുകയാണ്. അങ്ങനത്തെ ഒക്കെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ. നമ്മുടെ ഡാമിൽ മൊത്തം ചെളി കണക്കി കലങ്ങിയ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ കാര്യം. അതുപോലെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കാട്ടാന ശല്യങ്ങൾ വളരെ കൂടുതലാണ്. ആനയെ പഠിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ. അതിന് മാറ്റമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ കോളേജിന് അവധിയുണ്ടോ, സ്കൂളുകൾക്ക് അവധിയുണ്ടോ എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. ഔദ്യോഗികമായ ഇത്തരമൊരു അവധി ഇതുവരെ പ്രഖ്യാപിച്ചതായി അറിവില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ആ നിമിഷം തന്നെ നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ചാർലി ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. എല്ലാം വേണം, ആദ്യം റോഡ് ശരിയാക്കാൻ നോക്ക്, പിന്നെ മതി പരിഷ്കാരങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. വോട്ടെണ്ണലിന് ഇനി 29 ദിവസം എന്ന് വിനീത് നാരായണൻകുട്ടി ഇതിനിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്.